ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് കയറി ഇടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. അവിടെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കയറി ചവിട്ട് തുറന്നിട്ടാണ് കയറുന്നത്. ചവിട്ട് തുറന്ന് കയറി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ ബിനു പരാതിക്കാരനാണ്. ബിനുവിനെ വിളിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ വയർലെസ് വെച്ച്, ദീപു പിള്ള, അയാൾ കണ്ടോൺമെൻറ്റ് SI ആണ്. അയാൾ വയർലെസ് വെച്ചിട്ട് നിങ്ങൾ ആ ബിനുവിൻ്റെ മുഖം ഒന്ന് കാണണം. വയർലെസ് വെച്ചിട്ട് മുഖം ഇടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ബിനുവിൻ്റെ മുഖം വയർലെസ് സെറ്റ് വെച്ചിട്ട് ഇടിച്ചിട്ട് ഇവിടെ ഞാൻ അന്ന് നന്ദാവനം ക്യാമ്പിൽ വന്നിട്ട് ആ ബിനുവിൻ്റെ മുഖം കണ്ടിട്ടാണ് ആകെ ഞെട്ടിപ്പോയത്. ഇടിച്ച് ഇവിടെ മുഴച്ചിരിക്കുക. അയാൾ ഇന്നലെ ഇന്നൊക്കെ കണ്ണാശുപത്രിയിലൊക്കെ ചികിത്സ കഴിഞ്ഞിറങ്ങും. അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് അധിക്ഷേപിച്ചത്. ഈ ദീപു പിള്ള വയർലെസ് സെറ്റ് വെച്ചിട്ട് ഇടിക്കുകയാണ്. നിരവധി പേരെ മർദ്ദിച്ചു. അതിനുശേഷം ഈ വനിതയെ ആക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ വനിതാ കൗൺസിലർമാരൊക്കെ അവരുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇപ്പോൾ കോർപ്പറേഷൻ BJP ഭരിക്കുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ CPMൻ്റെ ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇന്ന് കണ്ടു. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ പ്രതിഷേധിച്ച് സമരം ചെയ്തൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് വിട്ടിട്ടുള്ള കളിയില്ല. അപ്പോൾ ഇത് വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രകടനം നടത്തി. നിങ്ങളൊക്കെ അവിടെ മാധ്യമങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എന്താ അവിടെ ചെയ്തത്? വനിതാ പ്രവർത്തകരുടെ പ്രകടനമാണെന്ന് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചു. 5 വനിതാ പോലീസാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 വനിതാ പോലീസ് ഉണ്ടായിരുന്നിട്ട് അവരെ മുൻപിൽ നിർത്തി പുറകിൽ മുഴുവനും പുരുഷ പോലീസുകാരാണ്. അതിൽ നൗഫൽ എന്ന പോലീസുകാരൻ, ശക്തമായിട്ടുള്ള നടപടി നൗഫലിനെതിരെ എടുക്കണം. നൗഫൽ എന്ന പോലീസുകാരൻ വളരെ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിക്കാമോ ആ തരത്തിലൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ പരാതി കൊടുക്കുന്നൊരു ശക്തമായ നിയമ നടപടികൾ നൗഫലിനെതിരെ എടുക്കണം. അതോടൊപ്പം തന്നെ ഒരു പോലീസുകാരൻ രാജേഷ്. അപ്പോൾ ഇവരൊക്കെ നിന്നിട്ട് വനിതാ പ്രവർത്തകരെ ശക്തമായിട്ട് കൗൺസിലർമാർ ഉൾപ്പെടെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. വനിതാ കൗൺസിലർമാരെയും വനിതാ പ്രവർത്തകരെയും ആക്രമിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ചാനലുകൾ പുറത്തുവിട്ട വിഷ്വൽസിൽ ഞാൻ ഏറ്റവും ഭയത്തോടെ കണ്ടൊരു കാര്യം, ജലപീരങ്കി ഉപയോഗിച്ചല്ലോ, അതിൽ നിന്ന് വന്ന വെള്ളം എന്താ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ പുറത്തുവിട്ട വിഷ്വൽസാണ്. ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് പോലും ഈ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്. അതറിയണം. അത് എവിടെ നിന്ന് ഫില്ല് ചെയ്ത വെള്ളമാണ്, ആ വെള്ളം ഫില്ല് ചെയ്ത് ഏത് കുളത്തിൽ നിന്നാണ്, എവിടെ നിന്നാണ്, ഏത് സമയത്താണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് അണുബാധയേറ്റ വെള്ളം വനിതാ പ്രവർത്തകർക്ക് നേരെ ചീറ്റിയത്. ഇപ്പോൾ അവർ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. 2 മണിക്ക് അവർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്ത് കാണും. കാരണം പലർക്കും ഇന്നലെ രാത്രി ഒരാളിന് കാതിൻ്റെ ഡയഫ്രം തന്നെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. രാത്രി മുഴുവൻ ഞങ്ങളൊക്കെ രാത്രി 12 മണിക്കും 1 മണിക്കും പോകുമ്പോഴേക്കും വേദന കൊണ്ട് പൊളയുകയാണ് ആറ്റുവല ഹോസ്പിറ്റലിൽ. അതൊന്നും നടക്കില്ല. എന്നിട്ട് ഏറ്റവും മോശപ്പെട്ട വെള്ളം എടുത്തിട്ട് ഒരു വെള്ളം ചീറ്റുകയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇന്നലെ റെക്കോർഡ് ചെയ്ത് നോക്കൂ, ചെളി വെള്ളമാണ് വീഴുന്നത്. അത് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇപ്പോൾ വേനലാണ്, വെള്ളം കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇവരെ ജലപീരങ്കി പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡം. ശുദ്ധമായ ജലം ശേഖരിക്കണം. ഇവരൊക്കെ ജനപ്രതിനിധികളല്ലേ, മനുഷ്യരല്ലേ, സ്ത്രീകളല്ലേ. അപ്പോൾ ഏത് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ചീത്തയായ വെള്ളം, അണുബാധയേറ്റ വെള്ളം കൗൺസിലർമാർക്കെതിരെ പ്രയോഗിച്ചതെന്ന് മറുപടി പറയാൻ വേണ്ടി പോലീസ് തയ്യാറാകണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം. ഈ ഭ്രാന്തമായ ആവേശത്തോടെ ജനങ്ങളെ ആക്രമിക്കുന്ന 2-3 SIമാരെയും CIമാരെയും ഇറക്കി നാട്ടിലോട്ട് വിട്ടിട്ട് ഈ നാട്ടിലെ ക്രമസമാധാനം താർക്കാനാണെന്ന് വിചാരിക്കാമെന്ന് അങ്ങനെ വിട്ടുകൊടുക്കാനും സാധിക്കില്ല. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഇതിൽ സുജിത്തിനെ മർദ്ദിച്ച വിപിനെതിരെ പട്ടികജാതി നിയമപ്രകാരം കേസെടുക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷൻ അവർക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അണുബാധയേറ്റ വെള്ളം വനിതാ കൗൺസിലർമാർക്ക് നേരെ വെള്ളം പ്രയോഗിച്ചതിൽ, ജലപീരങ്കി പ്രയോഗിച്ചതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്.